അസ്സലാമു അലൈക്കും. അർവാ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പാൻറ്റീസ് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് അളവെടുത്താണ് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മളൊരു A4 പേപ്പറിൽ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ A4 പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ A4 പേപ്പറിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ മടക്കണത് എല്ലാവരും ശ്രദ്ധിക്കുക. നീളത്തിൽ ഇങ്ങനെ മടക്കി, എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടല്ല മടക്കേണ്ടത്, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുക. ഇങ്ങോട്ട് മടക്കിയിട്ട് ഇവിടെയാണ് മടക്കുള്ള ഭാഗം വരേണ്ടത്. ഇവിടെ മടക്കുള്ള ഭാഗം, ഇവിടെയും മടക്കുള്ള ഭാഗം, ഇവിടെ രണ്ടിടത്തും ഇവിടെ ഓപ്പണ്, ഇവിടെ ഓപ്പണ്, അങ്ങനെ വരും. ഇത് നമുക്ക് ഇത് അടയാളപ്പെടുത്താം. അതായത് ലെങ്ത്ത് 7 ഇഞ്ചാണ്. ഒരു കുട്ടിക്ക് അളവെടുത്തതാണ്. 18 ഇഞ്ച് സീറ്റ് അളവുണ്ട്, 7 ഇഞ്ച് ലെങ്ത്തും ഉണ്ട്. ഇഞ്ച് സീറ്റ് അളവുണ്ട്, അതായത് അരവണ്ണം, 7 ഇഞ്ച് ലെങ്ത്തും ഉണ്ട്. അപ്പോൾ 7 ഇഞ്ച്, ഈ 18 ഇഞ്ചിന് 7 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ എടുക്കുക. 7 ഇഞ്ച് കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. ഞാൻ ഈ A4 ഇങ്ങനെ എടുത്തത് 8 ഇഞ്ചാണെന്ന് സങ്കല്പിച്ചാൽ മതി. ഇങ്ങനെ ഇങ്ങോട്ട് 8 ഇഞ്ച്, അതായത് 7 ഇഞ്ച് കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ച് ഇവിടെ എടുത്തു. അതുപോലെ ഇവിടെ ഈ ഭാഗത്ത്, മുകൾ ഭാഗത്ത് സീറ്റ് അളവിന്, അതായത് 18 ഇഞ്ചിനെ 4 കൊണ്ട് അരിച്ചിട്ട് 2 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ എടുക്കുക. 18 ഇഞ്ചിനെ 4 കൊണ്ട് അരിച്ചപ്പോൾ 4.5 കിട്ടി. അപ്പോൾ 4.5 കൂടി 2 ഇഞ്ച് കൂട്ടിയപ്പോൾ 4.5 കൂടി 2 ഇഞ്ച് കൂട്ടിയപ്പോൾ 6.5 കിട്ടി. അത് ഇവിടെ എടുത്തു. ഇവിടെ അടയാളപ്പെടുത്തി. ഇനി ഇവിടെ നമ്മൾ അടിഭാഗത്ത് ആ 18 ഇഞ്ചിനെ 12 കൊണ്ട് അരിക്കണം. 12 കൊണ്ട് 18-നെ 12 കൊണ്ട് അരിച്ചപ്പോൾ 1.5 കിട്ടും. 1.5 അത് ഇവിടെ എടുത്തു. ആ 1.5 നമ്മൾ ഇവിടെ എടുത്തു. 1.5 ഇവിടെ എടുത്തു. ഈ 1.5 എടുത്തതിൻ്റെ ഇരട്ടിയാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ക്രോച്ച് ഏരിയ. അതായത് ഇവിടെയും 6.5 വേണം, ഇവിടെയും 6.5 വേണം കേട്ടോ. അപ്പോൾ ഇവിടെ 1.5 എടുത്തു, അതിൻ്റെ ഇരട്ടി ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കണം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ 1.5-ൻ്റെ ഇരട്ടി 3 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് എടുക്കണം. ഇവിടെ 3 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച്. ഇനി നമ്മൾ ഇതിലേക്ക്, ഈ പോയിന്റിൽ നിന്ന് ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. എങ്ങനെ കട്ട് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് നിവർത്തുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിനെ നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പീസിനെ ഒന്ന് കുഴിച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക. അതുപോലെ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് വരക്കുക. ഇനി അത് നമ്മളിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ ഈ ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇങ്ങനെ വരും. ഇനി ഇത് ഇവിടെ നമുക്ക് അലാസ്റ്റിക് ഇടണം. ഇനി ഇത് നമുക്ക് തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുക. ഈ തുണീനെ നമ്മളിങ്ങനെ നീളത്തിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി കൊടുത്തു. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കിയിട്ട് ലെങ്ത്ത് 7 + 1 8 ഇഞ്ചാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് മേലേക്ക് വരക്കുക. 8 ഇഞ്ച് ഇവിടെ അടയാളിട്ടു. 8 ഇഞ്ച്.
അതുപോലെ ഇനി ഈ ഭാഗത്ത് 18നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 4.5 കിട്ടി. അതിന് 2 കൂട്ടിയപ്പോൾ 6.5. ആ 6.5 ഇങ്ങോട്ട് എടുക്കുക. ഉണ്ടോ? 6.5. ആ 6.5 തന്നെ നമ്മൾ ഇവിടെ എടുക്കുക. 6.5. ഈ 6.5ക്ക് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ഉണ്ടോ? ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ്, അതായത് 18നെ 12 കൊണ്ട് ഹരിച്ചപ്പോൾ 1.5 കിട്ടിയ 1.5 ഇഞ്ച് ഇവിടെ എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്. ഉണ്ടോ? ഈ 1.5 ഇഞ്ച് എടുത്തതിൻ്റെ ഇരട്ടി ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഈ 1.5 അതിൻ്റെ ഇരട്ടി എത്രയാണ്? 3 ഇഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇഞ്ച് എടുക്കുക. ഉണ്ടോ? 3 ഇഞ്ച്. ഇനി ഈ 3 ഇഞ്ചിൽ നിന്ന് ഈ 1.5-ക്കൊരു ഷേപ്പ് കൊടുക്കണം നമ്മൾ. ഉണ്ടോ? ഇങ്ങനെ ഷേപ്പ് കൊടുത്തു. ഈ മുൻഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക. ഫ്രണ്ട് പീസിനെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക. ഉണ്ടോ? ഇങ്ങനെ ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കുഴിച്ചു കൊടുക്കുക. അങ്ങനെ എന്നിട്ട് അത് നമ്മളിങ്ങനെ നിവർത്തി വെക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ മറ്റേ സൈഡും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അതിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.